ടീച്ചേഴ്സ് ടിപ്സ് ടൂളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2451 ഡിവൈഡഡ് ബൈ 145 ആണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ റൂട്ട് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ്. അതായത് നമ്മുടെ ഈ ഫസ്റ്റ് വരുന്ന നമ്പറാണ് ഡിവിഡൻഡും സെക്കൻഡ് വരുന്ന നമ്പറാണ് ഡിവൈസർ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നോക്കാം, ഇത് 4 ആണ് അല്ലെ. 4 മൈനസ് ഇത് 3 ഡിജിറ്റ് ആണ്, 3 കിട്ടുന്ന വാല്യൂന്ന് 1 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം 4 മൈനസ് 3 1 ആണ്, 1 മൈനസ് 1 0. അതായത് 0 റോഡിലായിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, 0 റോഡാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ടൂളിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇത് വൺസ്, ഇത് ടെൻസ്, 100 അങ്ങനെയാണ്. വൺസിന് തൊട്ടിൽ റൈറ്റിലായിട്ട് വരുന്നത് ഇത് 0 റോഡും പിന്നെ -1 -2 അങ്ങനെ വരും, -1 അങ്ങനെ ഓരോ റോഡ് വരും നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ആയിരിക്കണം ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് 0 റോഡിൽ 2 4 5 1. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ഈ ടൂളിൽ എവിടെ നിന്ന് നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻസർ റോഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൻസർ റോഡ് കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ തൊട്ടടുത്ത് നമ്മൾ ആൻസർ ചെയ്ത് തുടങ്ങണോ അല്ലെങ്കിൽ ഒരു റോഡ് മാറിയിട്ടായിരിക്കണോ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 2 ഡിജിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവൈസറാണ് ഇമ്പോർട്ടൻറ്റ്. ഡിവൈസറിന്റെ ആദ്യത്തെ ഡിജിറ്റിനേക്കാൾ വലുതാണോ ഡിവിഡൻഡിന്റെ ആദ്യത്തെ ഡിജിറ്റ് ചെക്ക് ചെയ്യും. അതായത് ഡിവൈസറിന്റെ ആദ്യത്തെ ഡിജിറ്റിനേക്കാൾ ചെറുതാണെങ്കിൽ മാത്രം ജമ്പ് ചെയ്യേണ്ട എന്നും, അല്ലാത്ത 2 കേസ് അതായത് ഈക്വൽ ആവുകയോ വലുതാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്യണം. ഇവിടെ 2 ഉള്ളത് 1 വലുതായത് കൊണ്ട് ജമ്പ് ചെയ്യണം. അതായത് ക്വസ്റ്റ്യന് തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല. ടൂളിൽ വരുമ്പോൾ നമുക്ക് വൺസ് റോഡിൽ ആൻസർ പ്ലേസ് ചെയ്യാൻ പാടില്ല, ടെൻസ് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടെൻസ് റോഡ് ആൻസർ റോഡായി നമ്മളിപ്പോൾ സെലക്ട് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യുക 2 റോഡുകൾ വെച്ച് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 2 റോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ആൻസർ റോഡ് കിട്ടിയാൽ തൊട്ടടുത്തിലെ റൈറ്റിലെ 2 റോഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് 0 2 നമുക്ക് വാല്യൂ വന്നിട്ടുള്ളത്. ആ 0 2 ഈ ഡിവൈസറിന്റെ ആദ്യത്തെ ഡിജിറ്റ് എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ചെക്ക് ചെയ്യണം, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം 2ൽ 1 2 ടൈംസ് ആണ്. അപ്പോൾ ഈ ആൻസർ റോഡിൽ 2 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. കാരണം ഈ 2 ഡിവൈസറിന്റെ ആദ്യത്തെ ഡിജിറ്റിന് മൾട്ടിപ്ലൈ. ഡിവൈസിന്റെ ഓരോ ഡിജിറ്റ് നമ്മൾ മൈൻഡിലാണ് സെറ്റ് ആക്കുക. അപ്പോൾ 2 × 1 കിട്ടിയ വാല്യൂ 2 ആണ്. ആ 2 ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ റോഡിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ 0 2 2 എന്ന് പറയുന്നത് 0 2 ആണ്. ഇവിടെ എല്ലാം 2 ലെസ് ചെയ്യുക. കാരണം ഇവിടെ 2 ലെസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 2 റോഡ് സെലക്ട് ചെയ്താൽ 2 0 എന്ന് പറയുമ്പോൾ 20 എന്നായി മാറും. അപ്പോൾ 0 2 ആണ് 2. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ 2 ലെസ് ചെയ്യുക. എവിടെയാണ് എൻഡ് ചെയ്തത് അതും തൊട്ടടുത്ത റോഡും ക്വസ്റ്റ്യൻ റോഡായി നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ 0 4 വന്നിട്ടുണ്ട് എന്നറിയാം. പക്ഷേ നമുക്കറിയാം ഇവിടെ 3 ഡിജിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ 3 ഡിജിറ്റിനെയും നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിനെ കൺസിഡർ ചെയ്തു, അതിന് സെക്കൻഡ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ ഈ 4നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ എന്ത് ചെയ്യും, ഈ 4നെ ഈ കിട്ടിയ ആൻസറിലെ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 × 2 8 ആണ്. പക്ഷേ 0 4 ആണ്, നമുക്ക് 0 8 ഇല്ല. അപ്പോൾ മതിയായ നമ്പേഴ്സ് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ റീസ്റ്റോറേഷൻ ചെയ്യാന്നുള്ളത് നമുക്കറിയാം ആൻസർ റോഡിൽ എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് 1 ലെസ് ചെയ്യും. ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തതിന് ശേഷം ഡിവൈസിന്റെ ആദ്യത്തെ ഡിജിറ്റ് എന്താണോ അതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1 ആണ് ആഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ വരുന്നത് നോക്കാം, 4നേക്കാൾ മുമ്പിൽ വരുന്നത് 1 ആണ്. അപ്പോൾ 4ന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ 14 മാറി. ഇനി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും, ഈ 4നെ ആൻസർ റോഡിൽ എത്രയാണ് ബീറ്റ്സ് ഉള്ളത് അത് വെച്ച് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 4 × 1 4 ആണ്. 14 നമുക്ക് 4 ലെസ് ചെയ്യാൻ ഈസിയാണ്. ഈ 4 നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യണം, ഇതും അതായത് 0 5 ആണ് ഇനി നമ്മളെ ക്വസ്റ്റ്യൻ റോഡായി സെലക്ട് ചെയ്യുക. എവിടെയാണ് എൻ്റെ അതും തൊട്ടടുത്ത റോഡ് ക്വസ്റ്റ്യൻ റോഡായി സെലക്ട് ചെയ്യുക. അപ്പോൾ 0 5 ഉണ്ട്, അതിൽ ഈ 5നെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ 5ഉം ആൻസറിൽ എന്താണ് ബീറ്റ്സ് 1 ആണ്. അപ്പോൾ 5 × 1 5 ആണ്. അപ്പോൾ 0 5 5 ലെസ് ചെയ്യണം, 0 5 ലെസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 1നെയും 4നെയും 5നെയും കൺസിഡർ ചെയ്തു. പക്ഷേ ഇവിടെ വരുന്ന വാല്യൂ നോക്കുക, 101 ഉണ്ട്. അപ്പം 101 എന്നുള്ളത് അതായത് 1001 വരുന്നുണ്ട് അല്ലേ. 101 അല്ല, 1001 മീൻസ് 1001 ആണ്. അപ്പോൾ ഈ 1001 എന്നുള്ളത് 145നേക്കാൾ വലുതായതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. അതായത് 1001 ഡിവൈഡഡ് ബൈ 145 ചെയ്യണം. ഈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ 1001നെ 145 കൊണ്ട് വീണ്ടും ഡിവിഷൻ ചെയ്യണം. കാരണം നമുക്കറിയാം ഈ 1001 എന്നുള്ളത് നമ്മൾ ഡിവിഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്, നമ്മൾ ഡിവൈസറിനേക്കാൾ ചെറിയ നമ്പർ വരികയോ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ റോഡിൽ 0 ആയി, അതായത് ക്വസ്റ്റ്യൻ ഇല്ലാതെ ആവുകയോ ചെയ്യണം, 0 ആയിട്ട് മാറണം.
പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ റോഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൂൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ 1001 എന്നുള്ള നമ്പർ ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് സെയിം. ഇനി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ട, ആ ടൂളിലേക്ക് പ്ലേസ് ചെയ്യേണ്ട. ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്മുടെ ടൂളിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ആദ്യത്തെ 2 ഡിജിറ്റ് കമ്പയർ ചെയ്യുക. അപ്പോൾ 1 1 വന്നു. ഓക്കെ, പിന്നെ വരുന്നത് നോക്കാം. 4നേക്കാൾ ചെറുതാണ് 0. അതായത് ഡിവൈസറിന്റെ ഡിജിറ്റിനേക്കാൾ വലുതാണ്. അതായത് ഡിവൈഡന്റിന്റെ നമ്പർ ഡിവൈസറിന്റെ സെക്കൻഡ് ഡിജിറ്റ് ഡിവൈഡന്റിന്റെ നമ്പറിനേക്കാൾ വലുതാവുകയും വേണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂൾ 9 അപ്ലൈ ചെയ്യാൻ പറ്റും. റൂൾ 9 അപ്ലൈ ചെയ്യാൻ 2 സിറ്റുവേഷൻ ആണ്. ഒന്ന്, ഫസ്റ്റ് ഡിജിറ്റ് രണ്ടിന്റെയും ഡിവൈഡന്റിന്റെയും ഡിവൈസറിന്റെ ഡിജിറ്റ് ഫസ്റ്റ് ഡിജിറ്റ് സെയിം ആവണം. പിന്നെ ഡിവൈസറിന്റെ സെക്കൻഡ് ഡിജിറ്റ് എന്താവണം, ഗ്രേറ്റർ ആവുകയും വേണം. സെക്കൻഡ് ഡിജിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിവൈസറിന്റെ സെക്കൻഡ് ഡിജിറ്റ് എന്ത് ചെയ്യണം, വലുതാവണം, ഗ്രേറ്റർ ആവണം. ഓക്കെ, ഇവിടെ ആ കണ്ടീഷൻ ഓക്കെ ആണ്. കാരണം ആദ്യത്തെ 2 ഡിജിറ്റ് 1 1 ആണ്, 4 ആണ് വലുത്. അപ്പോൾ ഇവിടെ റൂൾ 9 അപ്ലൈ ചെയ്യാൻ നടന്നത് നമ്മുടെ ക്വസ്റ്റ്യന്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് നമ്മൾ ഒരു 9 ആഡ് ചെയ്യണം. അതിനുശേഷം ഈ 9 എന്ത് ചെയ്യണം, ഈ ഓരോ ഡിജിറ്റിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം 9 × 1 ചെയ്യും. അപ്പൊ ഇത് 9 ആഡ് ചെയ്തതിനു ശേഷം ആദ്യത്തെ തൊട്ടടുത്ത 2 റോഡുകൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അപ്പൊ 10 ആണുള്ളത്. 10 മീൻസ് 10 ഉണ്ട്. ഇനി ഈ 9 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 9 9. അപ്പൊ 10 9 ലെസ് ചെയ്യാൻ നമുക്ക് ഇവിടുന്നാണ് 9 ലെസ് ചെയ്യേണ്ടത്. കാരണം 10 ഈ 2 റോഡിൽ നിന്ന് 9 ലെസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് 9 ലെസ് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് 9 ലെസ് ചെയ്യാമെങ്കിലും നമുക്ക് ഡിഫറെന്റ് ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ലെസ് ദാൻ ആഡ് 1 ചെയ്യാം. 9 ലെസ് ചെയ്തു. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതും തൊട്ടടുത്ത റോഡും ക്വസ്റ്റ്യൻ റോഡായി മാറും. ഇവിടെ 10 ഉണ്ട്. അപ്പൊ ഓർമ്മിക്കാം 9 × 4 ചെയ്യണം. 9 × 4 36 ആണ്. പക്ഷെ നമുക്ക് ഉള്ളത് എന്താണ്, 10 ആണ്. അപ്പോൾ നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുക, 1 ലെസ് ചെയ്യുക, ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തതിനു ശേഷം 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 20 ആയി മാറി. ഇനി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും ആൻസർ റോഡിലെ ബീഡ്സും സെക്കൻഡ് ഡിജിറ്റും മൾട്ടിപ്ലൈ. 8 × 4 32 ആണ്. പക്ഷെ നമുക്ക് 20 ആണുള്ളത്. നമുക്ക് മതിയായ നമ്പറില്ല, വീണ്ടും റീസ്റ്റോർ ചെയ്യാം. 1 ലെസ് ചെയ്യുക, 1 ആഡ് ചെയ്യാം. കാരണം ഡിവൈസിന്റെ ആദ്യത്തെ ഡിജിറ്റ് 1 ആയതുകൊണ്ട് 1 ആഡ് ചെയ്യും. ഇവിടെ 30 വന്നു. ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. 30 ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 30 ഇത് നമുക്ക് 7 × 4 28 ആണ്. അപ്പോൾ 30 ന്ന് 28 ലെസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് 2 ലെസ് ചെയ്യാം. ഇവിടുന്ന് 8 ലെസ് ചെയ്യാൻ ലെസ് 10 ആഡ് 2. ഇനി ഇതും ക്വസ്റ്റ്യൻ റോഡായിട്ട് മാറും. അപ്പോൾ ഇവിടെ 21 വന്നു. 21 വരുന്ന സമയത്ത് 7 × 5 35 വേണം. 7 × 5 35 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം. റീസ്റ്റോർ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ 5ന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ 5ന് വേണ്ടിയിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, 5നേക്കാൾ മുമ്പിൽ ഏതൊക്കെ ഡിജിറ്റ് വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ 5ന് വേണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ 2 ഡിജിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ 4 വേണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് ലെഫ്റ്റിലുള്ള നമ്പർ ആഡ് ചെയ്യും. 5ന് വേണ്ടിയിട്ട് റീസ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ 4ഉം 1ഉം നമ്മൾ ടൂളിലേക്ക് പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ 7 × 5 35 ഇവിടെ വേണം. പക്ഷെ നമുക്ക് 35 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 1 ലെസ് ചെയ്യുക, ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്ത ശേഷം ഇവിടെ 1ഉം ഇവിടെ 4 ആഡ് ചെയ്യുക. 4 ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 ആഡ് 5 ലെസ് 1 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 61 ആയി മാറി. ഇനി 5 × 6 30 ആണ് അല്ലെ. 5 × 6 എന്ന് പറയുമ്പോൾ 30 ആണ്. 30 ഇരുന്ന് ലെസ് ചെയ്യുമ്പോൾ ലെസ് 5 ആഡ് 2 ചെയ്യുക, പിന്നെ 0. ഓക്കെ, അപ്പൊ എന്തായി മാറി, 16 റിമൈൻഡർ 131 കിട്ടി. കാരണം ഈ 3 ഡിജിറ്റിനെ പരിഗണിച്ചു കഴിഞ്ഞു. ഇനി 131 എന്നുള്ളത് 145നേക്കാൾ ചെറുതല്ലേ. 145നേക്കാൾ ചെറുതാണ് 131. അപ്പൊ നമ്മൾ ഡിവിഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഈ സ്മോൾ നമ്പർ റിമൈൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് അപ്പൊ ആൻസർ വരുന്നത്, ഇതിന്റെ ആൻസർ 16 റിമൈൻഡർ 131 ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.